നമ്മൾ വീണ്ടും അങ്ങ് ഹോളിവുഡിൽ നിന്ന് ഒരു പടത്തിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. അത് വേറൊന്നുമല്ല സുഹൃത്തുക്കളെ, മാർവലിൻ്റെ കമ്പാക്ക്. മാർവലിൻ്റെ കമ്പാക്ക് 200 വ്യൂ കൺഫേം. അതെ 200 വ്യൂ കൺഫേം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ വേൾഡ് അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒരുപാട്, അതായത് സ്പൈഡർമാൻ്റെ ഇപ്പോൾ 3 വർഷം ഉണ്ടല്ലോ, നമ്മുടെ ടോമി മഗ്വയർ, ആൻഡ്രൂ ഗാർഫീൽഡ്, പിന്നെ ടോം ഹോളണ്ട്. കഴിഞ്ഞ പടത്തിൽ 3 വർഷമുണ്ട്. 3 വർഷമുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ്. എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഫസ്റ്റ് സ്പൈഡർമാൻ കഴിഞ്ഞ് ഞാൻ ഈ അമേസിങ് സ്പൈഡർമാൻ പടമില്ലേ, ഞാൻ ആ സിനിമ എനിക്കതിൻ്റെ VFX പരിപാടികളെ കുറച്ച് ഭയങ്കര രസമായിരുന്നു. അതിനകത്ത് കുറേ സംഭവം ഉണ്ടെങ്കിലും പിന്നീട് പക്ഷേ എനിക്ക് അതിനകത്ത് എന്തോ ഒരു സംഭവം മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അന്ന് ആ പടം കണ്ട സമയത്ത് എനിക്കത് അത്രയും അങ്ങോട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയില്ല. ഞാൻ അതിലെ വിഷ്വൽ എഫക്ട്സ് ഇപ്പോഴും ഞാൻ പല സീനുകളും കാണും അതിനകത്ത്, ആ സ്റ്റൈലിന് വേണ്ടി, ഈ സ്റ്റൈല് കൂടുതൽ. അപ്പോൾ പറക്കുന്ന സീക്വൻസ് ഒക്കെ കുറച്ച് രസമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലൈമാക്സ് സീക്വൻസ് അതൊഴിച്ചാൽ എനിക്ക് അതിനകത്ത് അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് ഭയങ്കര ഫണ്ണാണ്. അതായത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫൺ സ്പൈഡർമാൻ്റെ ഏറ്റവും നല്ലൊരു ഏജ് കുറെ കൂടെ. അതെ നമുക്ക് കണ്ട കോളേജ് പഠിക്കുന്ന പയ്യനായിട്ട് തോന്നുന്നു ടോം ഹോളണ്ട്. മറ്റേത് എല്ലാവർക്കും തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലൊരു ഇമേജ് ഉണ്ടല്ലോ, അതുമായിട്ട് മറ്റേ അവനെ അത് കട്ട് ചെയ്യാൻ. പക്ഷെ അമേസിംഗ് സ്പൈഡർമാൻ ഭയങ്കര വലിയ ഫാൻ ബേസ് ഉണ്ട്. അത് കട്ട് ചെയ്ത് കുറച്ച് വേറൊരു വേർഷൻ ഓഫ് സ്പൈഡർമാൻ ആയിട്ട് കാണുവാണെങ്കിൽ ഓക്കെയാണ്. അത് എനിക്ക് ആ അമേസിംഗ് സ്പൈഡർമാൻ ഞാൻ ഇപ്പോഴും അതിനകത്ത് എനിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലെ VFX ഷോർട്സുകൾ ഭയങ്കര കുറേ നല്ല രസമുള്ള ഒരു സാധനങ്ങളുണ്ട്. പക്ഷേ ആ സിനിമ എപ്പോഴും ഭയങ്കര ഒരു ഡിസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ എനിക്കതിങ്ങനെ ഇരുന്നങ്ങനെ കാണാനൊന്നും തോന്നില്ല. എനിക്ക് ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ചില സീക്വൻസ് ഒക്കെ കാണാം, അത്രേ ഉള്ളൂ. ഞാൻ ഇതിനേക്കാളും ഏറ്റവും കൂടുതൽ റിവാച്ച് ചെയ്യുന്ന അമേസിംഗ് ഏറ്റവും കൂടുതൽ റിവാച്ച് ചെയ്യുന്നത് അതാ. ഇതിനേക്കാട്ടിലും ഈ പുതിയതിനേക്കാളും ഇത് 1-2 തവണ കണ്ടുള്ളൂ, മറ്റേ കുറേ കണ്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ ഈ ഫുൾ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ എല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടോമി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫേവറേറ്റ് ഇതാണ്. കാരണം ഇതാണ് കുറച്ചുകൂടെ ഫൺ സ്പൈഡർമാൻ ഇതായിരുന്നു. സോ അതിൻ്റെ ബ്രാൻഡ് ന്യൂ വേൾഡിൻ്റെ ട്രെയിലർ വന്നിട്ട് ട്രെയിലർ കണ്ടു നോക്കാം. ഇപ്പോൾ വന്നു Pretend like you're not the happiest you've ever been in your entire life. I can't. I know it. ഇതുവരെ സ്പൈഡർമാൻ അങ്ങനെ ഷോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ? ആ പെർസ്പെക്റ്റീവ് ഇതിൽ വെച്ചിട്ടുണ്ട്. അത്ര അകലമുണ്ടോ? മാസ്ക് ഇല്ലാതെ Something bad was going to happen, and the only way to stop it was to make everyone forget about me. Because I'm not just Peter Parker. I'm Spider-Man. ഇതിന്റെ ഷൂട്ടിംഗ് ഔട്ടായതല്ലേ? പണിഷർ മോനെ, പണിഷർ ഐഡന്റിക്കണ്ട Go home! And sometimes Spider-Man has to do the hard thing, even if it breaks Peter Parker's heart. What is happening to me? Oh God! ഓ അണ്ണന് മറ്റേ സെക്കൻഡ് പടത്തിലെ പോലെ അത് അണ്ണന് ഇത് കിട്ടിയെന്ന് തോന്നുന്നു. Excuse me, Dr. Banner. ശരിക്കും What did you say your name was? If DNA is mutated, it could be enormously dangerous. Spiders have 3 life cycles. When between the cycles, it can leave the spider vulnerable to threats. We are faced with a danger that we can't control. What we can't even see. Stay out of my way. ആരാ വൈകാത്? നാച്ചോ. You're losing a kid. And for those spiders who make it through, you're lost to a kind of rebirth. അതാരാ ടീംസ്? Nice flowers. Oh, they're a housewarming gift. I'm MJ. I'm just a neighbor from across the hall. Friendly neighbor.
കുറച്ചധികം സ്റ്റൈലൈസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ആ ചുമല ഇത് കിട്ടുമെന്നില്ലേ, ഇതിനകത്ത് ഏതോ ഒരു സീക്വൻസ് ജാക്കി ചാനും കാരണം ഇത് ഇതിനകത്ത് കുറച്ചുകൂടെ സീരിയസ് എലമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പടത്തിലുണ്ട്. അതായത് ക്യാരക്ടർ ആക്ച്വലി ഇപ്പൊ നിൽക്കുന്ന ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഇല്ലല്ലേ, അതായത് ഇയാളെ ആർക്കും അറിയത്തില്ല, എല്ലാവർക്കും ഇയാളെ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സോണിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ കുറച്ച് കുറവായിരിക്കും. ഇതിനകത്ത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ലൈനാണ്. പക്ഷേ അത് വെബ് ഷൂട്ടിന്റെ ആവശ്യമില്ല പുള്ളിക്ക്, ഉണ്ടാവണ്ടല്ലോ. ഇതിൽ പുള്ളി ഈ വീഴുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ശരിക്കും പുള്ളിക്ക് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് മറ്റേ സാധ്യത ഇല്ലാതെ തന്നെ നമ്മുടെ പഴയ സ്പൈഡർമാൻ വരുന്ന പോലെ തന്നെ കയ്യിൽ നിന്ന് വരുമായിരിക്കും. അല്ല, ശരീരം മുഴുവൻ വരുമായിരിക്കും. എന്തോ അങ്ങനെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. സ്പൈഡർമാൻ 2 ഇതുപോലത്തെ ഒരു സംഗതി അത് പോകുന്നതായിട്ടാ പവർ പോകുന്നു. അങ്ങനത്തെ സംഭവം നമ്മുടെ ഒക്ടോബസിന്റെ ആ ഇതില് ഒക്ടേവിയസ് അത് തന്നെ. അപ്പൊ അതില് പുള്ളിയുടെ പവർ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നീട് പുള്ളി അത് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു സാധനമായിരുന്നു അതിനകത്ത്. ലൈക്ക് എന്തോ സംഭവം ഉണ്ട്, രസമായിരിക്കും അതെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഡൂംസ്ഡേക്ക് മുമ്പ് ഭയങ്കര ഒരു തിയേറ്റർ ഓളം കൊടുക്കാൻ പോകുന്ന ഒരു മാറൽ പടമായിരിക്കും തോന്നുന്നു. ഹോം കമ്മിങ്, ഫാർ ഫ്രം ഹോം, നോവേ ഹോം, ഇപ്പൊ ബ്രാൻഡ് ന്യൂ. നോവേ ഹോം ആണ് എനിക്ക് കുറച്ച് ഈ മറ്റേ ഇവന്റെ സീരീസ് ജെയ്ക്ക് ഗില്ലിംഗൽ വരുന്ന ആ സാധനം അതെനിക്ക് അത്ര വർക്കായില്ല. അതിന്റെ പ്രശ്നം അത് ഭയങ്കര അതിന്റെ ഐഡിയ ഒക്കെ ഒരുമാതിരി ഇതെന്തോ നടക്കുന്നതെന്ന് തോന്നുന്ന സാധനം. എന്തോ പിന്നെ തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ ചുമ്മാ ഫണ്ണായിരുന്നു. അങ്ങനത്തെ സാധനം അത് വരുമ്പോൾ കൈടിക്കാമല്ലോ. പക്ഷെ എനിക്ക് ഈ നോവേ ഹോമും ഈ പറഞ്ഞ പോലെ അതിന്റെ ആ 3 പേരും വരുമെന്നുള്ള എലമെന്റ് ഒക്കെ ഓൾറെഡി ലീക്കായി. എന്നാലും എങ്ങനെയെന്നുള്ളൊരു ഫസ്റ്റ് വർഷമോ തിയേറ്ററിൽ ഞാൻ കണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ മറ്റേ ഷൂട്ടിന് ഞാൻ മാത്രം ലേറ്റായിട്ട് ഈ പടം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കിതിങ്ങനെ പറയണം, എടാ ഈ സാധനം എല്ലാവരും വരുന്നുണ്ട് ലാസ്റ്റ്. അവൻ ജെവി എൻ്റെ അടുത്ത് വന്നിട്ട് ഋഷ മിണ്ടരുത്, സ്പോയിലർ പറയല്. ഞാൻ പറഞ്ഞു ജെവി അവസാനം ഉണ്ടല്ലോ പറയുമ്പോഴത്തേക്ക് ജെവി മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് ഭയങ്കര തിയേറ്റർ നല്ല വൈബായിരുന്നു അത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൂംസ്ഡേ ഈ വർഷം അവസാനം ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മാർവലിൻ്റെ ഭാഗത്തു നിന്നൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം.